ഹായ് എവറിബഡി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ ഒരു കിച്ചൺ മേക്ക് ഓവർ വീഡിയോ ആണ്. ഈ ഒരു കിച്ചൺ മേക്ക് ഓവർ ഞാൻ കുറേ നാളായിട്ട് മനസ്സിൽ പ്ലാൻ ചെയ്യുന്നതാണ്, പക്ഷേ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കുറച്ചൊന്ന് താമസിച്ചു. നമ്മുടെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയായിരിക്കും, നമുക്കൊരു അൺഎക്സ്പെക്റ്റഡ് ഇൽനെസ് ഒക്കെ വന്നിട്ട് നമ്മൾ കുറച്ച് നാൾ നാട്ടിലായിരുന്നു. ലേറ്റസ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഐ തിങ്ക് ഇറ്റ് ടേൺഡ് ഔട്ട് വെൽ. കാരണം ഈ ഒരു മേക്ക് ഓവർ ഞാൻ ചെയ്തത് ഒരു ബഡ്ജറ്റിനകത്ത് നിന്നിട്ട് 3000 രൂപയ്ക്ക് അകത്ത് നിന്നിട്ടാണ് നമ്മൾ ഈ ഒരു മേക്ക് ഓവർ ചെയ്തിരിക്കുന്നത്. 3000 രൂപ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കിച്ചൻ്റെ വാൾ പെയിൻറ്റ്സ് മാറ്റി, അതേപോലെ നമ്മൾ സ്ട്രിപ്പ് ലൈറ്റ്സ് പിടിപ്പിച്ചു. അപ്പം ഇതിനൊക്കെ നമ്മുടെ ഇലക്ട്രീഷ്യനും പെയിൻറ്ററിനും ഒക്കെ കൊടുത്ത് ചാർജസും കൂടെ സമപ്പ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ് കേട്ടോ ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ എന്ത് തന്നെ ആയാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് ഡേ ഞാൻ ചെയ്തത് ഇലക്ട്രീഷ്യനെ വിളിച്ചിട്ട് ഈ ലൈറ്റ്സ് ഫിക്സ് ചെയ്യലായിരുന്നു. ശരിക്കും കിച്ചണിലൊരു നല്ല ആംബിയൻസ് തരുന്ന കൗണ്ടർ ടോപ്പിലൊക്കെ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു സ്ട്രിപ്പ് ലൈറ്റാണ്. ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത്. ഈ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, പ്രൈസും ഞാൻ മെൻഷൻ ചെയ്തേക്കാം. നെക്സ്റ്റ് തിങ് ഞാൻ വാൾ പെയിൻസിൻ്റെ കളർ മാറ്റി. ഞാൻ വിൻ ഗ്രീൻ കളറാണ് ചൂസ് ചെയ്തത്. നമ്മുടെ ക്യാമറയിൽ കുറച്ചൊരു ബ്ലൂയിഷ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് ഈ ഒരു കളർ ഓപ്ഷന് വേറെ ഡൗട്ടൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം അത്രയ്ക്ക് നമ്മുടെ കിച്ചൺ ആംബിയൻസ് കൂട്ടുന്ന ഒരു കളറാണ്. പിന്നെ മുന്നേ നമ്മൾ കിച്ചണിൽ എപ്പോഴും നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു കൺജസ്റ്റഡ് ഫീൽ ആയിരുന്നു. ഈ ഒരു ഭാഗം മാത്രമേ നമുക്ക് സ്പേസ് ഉള്ളൂ, ബാക്കി എല്ലായിടത്തും മിക്സി, ഗ്രൈൻഡർ, ഇൻഡക്ഷൻ, കെറ്റിൽ ഇതൊക്കെ കൊണ്ട് നിറഞ്ഞിരിക്കുക. ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് നമുക്ക് 2 പ്ലേറ്റ് റാക്കും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് ആ ഒരു ലെവൽ ഓഫ് കൺജഷൻ മനസ്സിലാവുമല്ലോ. അപ്പം ഞാൻ ആ 2 പ്ലേറ്റ് റാക്ക് മാറ്റിയിട്ട് ഒരെണ്ണമാക്കി, എന്നിട്ട് ബേസിക് ആയിട്ട് യൂസ് ചെയ്യുന്ന പ്ലേറ്റ്സ് മാത്രം അതിൽ വെച്ചു. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു വാട്ടർ പ്യൂരിഫയർ അവിടെ തന്നെ വെച്ചു. അതിന് പകരം നമ്മൾ ബാക്കി ഇരുന്ന ഇലക്ട്രോണിക് ഐറ്റംസ്, നമ്മുടെ കെറ്റിൽ, ഇൻഡക്ഷൻ, അതുപോലെ മിക്സി, ഗ്രൈൻഡർ ഇതൊക്കെ മാറ്റി. ഇൻഡക്ഷനും കെറ്റിലും ഒക്കെ ഏതെങ്കിലും കാലത്ത് നമ്മുടെ ബാക്കപ്പ് ഗ്യാസ് സിലിണ്ടറും കൂടെ ഇതാവുമ്പോൾ മാത്രം യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ബാസ്ക്കറ്റ് ഞാൻ വെറുതെ വെച്ചു എന്നേ ഉള്ളൂ, അത് പെർമനൻ്റ്ലി അവിടെയല്ല വെക്കാൻ പോകുന്നത്. പിന്നെ ഞാൻ ഒന്നും വെച്ചില്ല ആ ഒരു സൈഡിൽ. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമുക്കിവിടെ ഒരു റാക്കാണ് മുന്നേ ഉണ്ടായിരുന്നത്, അത് നമ്മൾ നമ്മുടെ ബേക്കിംഗ് സ്റ്റുഡിയോയിലേക്ക് മാറ്റിയിട്ട് ഇപ്പോൾ ഇവിടെ ജസ്റ്റ് ബേസിക് ആയിട്ട് യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു മേക്ക് ഓവറിനെ എന്നെ ഹെൽപ്പ് ചെയ്ത് ആമസോണിൽ ഞാൻ പിക്ക് ചെയ്ത കുറച്ച് ഫൈൻസ് ആയിരുന്നു. അതിലുള്ള അധികം പ്രോഡക്റ്റ്സും ശരിക്കും പറഞ്ഞാൽ ഞാൻ മുന്നേ തൊട്ട് എൻ്റെ കാർട്ടിൽ ആഡ് ചെയ്ത് വെച്ചിരുന്നത്. പക്ഷേ എനിക്ക് അന്ന് അത് കുറച്ച് പ്രൈസ് ഇളയും തോന്നിയതുകൊണ്ടാണ് ഞാനിങ്ങനെ വാങ്ങാണ്ട് വെച്ചത്. പക്ഷേ ഇപ്പോൾ റീസെൻ്റ്ലി ആമസോണിൽ ഒരു സെയിൽ നടന്നപ്പോൾ അതിൽ പല പ്രോഡക്ട്സും സർപ്രൈസിംഗ്ലി ഭയങ്കര ലാഭത്തിന് എനിക്ക് കിട്ടി. അന്ന് 499 രൂപയ്ക്കൊക്കെ കണ്ട സംഭവങ്ങൾ ഇപ്പോൾ 299 രൂപയ്ക്കൊക്കെ കിട്ടി. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു ഫീസിബിൾ ബൈ ആയിട്ട് തോന്നി. ഫസ്റ്റ് തന്നെ നമ്മുടെ ഈ ഒരു കട്ട്ലറി ഹോൾഡർ, ഇത് ഈ ഒരു കളർ കണ്ടിട്ടാണ് എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടത്. ഇതിൻ്റെ വൈറ്റും ഉണ്ട് ആക്ച്വലി, പക്ഷേ എനിക്ക് ഈ ഒരു കളറായിരുന്നു വേണ്ടിയത്. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള നമ്മുടെ സ്പാച്ചുലാസും കാര്യങ്ങളും മാത്രമേ നമ്മളിതിൽ വെക്കുന്നുള്ളൂ. ഇത് കുറച്ച് പ്രൈസിയാണ് കേട്ടോ. നമ്മുടെ ബാക്കി പ്രോഡക്റ്റ്സ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് ഈ ഒരു ലോട്ടിൽ കുറച്ച് പ്രൈസിയാണ്. ഞാൻ കുറേ നാൾ കാർട്ടിലൊക്കെ ആഡ് ചെയ്ത് വെച്ചു, പക്ഷെ എന്നാലും പ്രൈസ് അത്രയ്ക്ക് ഡ്രോപ്പൊന്നും ആയില്ല. ഈ ഒരു കളറിനുമാണ് കുറച്ചുകൂടെ പ്രൈസ്, വൈറ്റ് കളറിന് അത്രയ്ക്ക് പ്രൈസ് ഇല്ല. നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് കിച്ചണിൽ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ഇതിൽ വെച്ചിട്ടുള്ളൂ, ഉള്ളതെല്ലാം എടുത്ത് ഇതിൽ വെക്കുന്നില്ല. ബാക്കി നമ്മുടെ ക്രോക്കറിയും കട്ട്ലറിയും ഒക്കെ നമ്മൾ ഷെൽഫിലേക്ക് മാറ്റുകയാണ്. അടുത്തത് നമ്മളൊരു ഓവൻ കവറാണ് മേടിച്ചത്. ഇത് നല്ല മെറ്റീരിയലാണ് കേട്ടോ, ലേസ് ബോർഡറൊക്കെ ആയിട്ട്. എന്തെങ്കിലുമൊക്കെ ചെളി പറ്റിയാൽ പെട്ടെന്ന് നമ്മൾ തൂത്താൽ പോവും. അതുപോലെ നല്ല കളറാണ്, 12 ഷെയ്ഡ് വരുന്നുണ്ട്. ഞാൻ ഈ ഒരു ഷെയ്ഡ് ഈ സൈഡിൽ വരുന്ന രീതിയിലാണ് വെച്ചത്. പിന്നെ അതിൻ്റെ മേലെ ഞാനൊരു ലൈഫ് പ്ലാന്റ്, ഒരു മണി പ്ലാന്റ് ആണിത്. ശരിക്കും ഞാനൊരു ജേഡ് പ്ലാന്റ് ആയിരുന്നു ഇവിടത്തേക്ക് വാങ്ങിച്ചത്, പക്ഷേ എനിക്കത് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ തൽക്കാലം ഞാൻ ഈ മണി പ്ലാന്റ് വെച്ചു. ഇതൊരു സെൽഫ് വാട്ടറിങ് പ്ലാന്റ് ആണ് കേട്ടോ. പിന്നെ ഈ ഒരു കിച്ചൺ ബോർഡ്, ഇതൊരു ഹാങ്കിങ് ബോർഡാണ്, എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാനൊരു സെറ്റ് ഓഫ് കിച്ചൺ ബോർഡ്സ് വാങ്ങിച്ചു. ഇതൊരു സെറ്റാണ്, 299 രൂപയ്ക്ക് ഒരുപാടെണ്ണം വരുന്നുണ്ട്. ഇത് ആക്ച്വലി ഡബിൾ സൈഡഡ് ടേപ്പ് ആയതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് വാളിൽ ഒട്ടിക്കാം. വാളിലോ നമ്മുടെ കൗണ്ടർ ടോപ്പിൻ്റെ മേലെയുള്ള ടൈലിലോ ഒക്കെ ഒട്ടിക്കാം. ഇത് മെറ്റീരിയൽ ഫൈബർ വുഡാണ്. അതേപോലെ പല പേസ്റ്റൽ ഷെയ്ഡ്സ് വരുന്ന ഒരു വിൻറ്റേജ് ലുക്ക് തരുന്ന ഒരു ബോർഡ് സെറ്റാണ്. ഇതിൽ 2 എണ്ണം ഇതേപോലെ ഹാങ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഞാൻ കമാൻഡ് ഹുക്സ് വെച്ചിട്ടാണ് ഹാങ് ചെയ്തത്. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മുടെ ഒരു ആർട്ടിസ്റ്റിക് സെൻസിൽ നമുക്കിതിൽ ഓരോ ബോർഡ്സും ഇഷ്ടമുള്ളിടത്ത് പ്ലേസ് ചെയ്യാം. അപ്പം എനിക്ക് ഈ ഒരു ഗ്രീൻ കളറാണ് കേട്ടോ ഈ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഈ കുറേ നാളായിട്ട് ഞാൻ തപ്പി നടന്ന ഒരു കാര്യമാണിത്. നമ്മൾ സാധാരണ നമ്മുടെ ഷെൽഫിലൊക്കെ ന്യൂസ് പേപ്പർ പോലത്തെ കാര്യങ്ങളാണ് വിരിക്കാറ്. അതിന് പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണിത്. ഇത് മെറ്റീരിയൽ സ്പോഞ്ചാണ്, അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ചെളിയൊക്കെ പറ്റിയാൽ നമ്മൾ തൂത്താൽ ഈസി ആയിട്ട് പോവും. നമ്മൾ ടേപ്പ് ഒട്ടിച്ചിട്ട് ഇത് ആ മെഷർമെൻറ്റിൽ കട്ട് ചെയ്തിട്ട് ഈസി
ഈസി ആയിട്ട് നമുക്കിത് ഒട്ടിക്കാം. ഇത് നമുക്ക് എന്തിൻ്റെ മേലെ വേണമെങ്കിലും നമുക്ക്, അതായത് വേഗം ചെളി പറ്റുന്ന സർഫസസ്, ഇപ്പോൾ വാഷിംഗ് മെഷീൻ്റെ ടോപ്പിൽ, പാത്രങ്ങൾ വെക്കുന്നതിൻ്റെ ടോപ്പിൽ, ഷെൽഫിൽ, ഇവിടെയൊക്കെ നമുക്ക് ഇത് ചെയ്യാം. അപ്പോൾ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മെഷർമെൻറ്റ് കറക്റ്റ് ആയിരിക്കണം. അതേപോലെ തന്നെ നമ്മൾ ആ ഭാഗത്തുള്ള പൊടിയും എല്ലാ കാര്യവും വൃത്തിയായിട്ട് തൂത്തിട്ട് വേണം ഇത് ചെയ്യാൻ. കാരണം അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഒട്ടത്തില്ല. ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ, ന്യൂസ് പേപ്പർ വരച്ചാൽ പോരെ എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ന്യൂസ് പേപ്പറിൻ്റെ പുറത്തുള്ള കെമിക്കൽ നമ്മുടെ ഉള്ളിലേക്ക് പോകുന്നത് നല്ലതല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ ഗ്ലാസ്സുകൾ, കപ്പുകളൊക്കെ ഇതിൻ്റെ പുറത്ത് കമത്തി വെക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ എത്ര കഴുകിയെന്ന് പറഞ്ഞാലും ഇതാണ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നത്. ഇതുപോലത്തെ നമ്മൾ ടൈറ്റിലായിട്ട് വെക്കുന്ന കാര്യങ്ങളുടെ മേലെ ന്യൂസ് പേപ്പർ തന്നെ വിരിച്ചാൽ മതി. ഞാനും അത്ര തന്നെ ചെയ്തിട്ടുള്ളൂ. പിന്നെ നമ്മുടെ കുക്കിംഗ് യൂട്ടൻസിൽസിൻ്റെ പുറത്തും ഞാൻ ഈ നമ്മൾ വാങ്ങിച്ച ഇത് തന്നെയാണ് സ്പ്രെഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത്ര തന്നെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ ബഡ്ജറ്റ് ഫ്രെയിം കാൽക്കുലേഷൻസും അതേപോലെ തന്നെ കാണിച്ച ആമസോൺ ഫൈൻസും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടന്റ് സജഷൻസ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളത് ചെയ്തിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതായിരിക്കും.